നീ കുറച്ചു നേരം ഒളിച്ചും പതുങ്ങിയൊക്കെ ഇവിടെ തന്നെ നിന്നു. ദാ വളവ് തിരിയുന്നിടത്താണ് മരക്കാരുടെ ബംഗ്ലാവ്. ഞങ്ങൾ അവിടുത്തെ അന്തരീക്ഷമൊക്കെ നോക്കിച്ചു വരാം. ഇവിടെ തന്നെ നിന്നോണം. ആ വാ. ഒരു കല്യാണം കഴിച്ചത് മറച്ചു വെച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ വിവാഹാലോചനയായിട്ട് വരുന്നത്. കല്യാണം കഴിച്ച് അവര് ഒരു വാടക വീട്ടിലോട്ടാണ് കൊണ്ടുപോയത്. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അത് അവരുടെ സ്വന്തം വീട്ടില് നേരത്തെ ഭാര്യയാണ് താമസിക്കുന്നത്. അത് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. പിന്നീട് വേറെ വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്നെ പിണങ്ങിയതിന്റെ പേരിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുകയും 19-ാം തീയതി പെട്ടെന്നാണ് വിളിച്ച് തലാക്ക് പറഞ്ഞത്. പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായിപ്പോയി. എന്നെ തലാക്ക് പറഞ്ഞതിന് മുമ്പേ ഒരുപാട് ചീത്ത പറയുകയൊക്കെ ചെയ്ത് ഇങ്ങനെ 3 വട്ടം തലാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ബന്ധവും ഇല്ലാന്ന്. എന്താ കാരണമെന്ന് പോലും പറയാതെ ഇങ്ങനെ പെട്ടെന്നാ പറഞ്ഞത്. ഞാൻ എന്തായി കേക്കണേ? പോയ വേറെ പെണ്ണ് കെട്ടാൻ പോണു. സമാധാനിക്കുന്നു. അറക്കും ഞാൻ ആ പട്ടിയുടെ മോനെ. എന്റെ മോളെ പെരുവഴിയിലാക്കിയിട്ട് വേറൊരുത്തിരെ കൂടെ സുഖിച്ച് ജീവിക്കാമെന്ന് അവൻ കരുതണ്ട. എന്റെ മോൾ സന്തോഷായിട്ട് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച ജാതിയും മതവും നോക്കാതെ ഞാൻ അവനെ കെട്ടിച്ചു കൊടുത്തത്.